Hi friends, welcome back. ഇന്നൊരു ഫോണിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് രണ്ടും ഞാൻ പറയാൻ പോവാണ്. കാരണം ഈ ഒരു ഫോൺ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് പേര് എടുക്കുന്നത് കണ്ടു. നമ്മളും ഇത് നല്ല ഓഫറിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടും റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. OnePlus 13Rന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഫോൺ 40,000 താഴെ Gen 3 പ്രോസർ, 6000 mAh ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ നല്ല തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും നല്ല ഡിസ്പ്ലേ, അങ്ങനെ എല്ലാം. പിന്നെ OnePlusന്റെ നല്ല UI എക്സ്പീരിയൻസ് എല്ലാം കൂടി ചേർത്ത് നല്ല അടിപൊളി പ്രോസർ അടക്കം 40,000 താഴെ കിട്ടുന്നുണ്ട്. ഓഫറിൽ 40,000 താഴെ കിട്ടുന്നു. അതിന് പുറമെ OnePlus Buds 3 ഫ്രീ ആയിട്ടും കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്, എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അഭിപ്രായങ്ങൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. സോ പ്രോസ് ആൻഡ് കോൺസ്, ഇതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും രണ്ടും ഞാനിപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ഒന്ന് അറിഞ്ഞിട്ട് പോയി കൈവച്ചോളൂ. ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ഒരു കാര്യം, 12 GB റാമുള്ള വേർഷനാണ്, 256 GB സ്റ്റോറേജാണ് നമുക്ക് ഈ പറഞ്ഞ റേറ്റിന് കിട്ടുന്നത്. അതായത് ഓഫറിൽ 39 സംതിങ്ങിന് കിട്ടും. അതിന് പുറമെയാണ് OnePlus Buds 3 കിട്ടുന്നത്. സോ അതും കിട്ടുന്നുണ്ട്. സോ ആ പ്രൈസിന് 12 GB റാം, 256 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും സഫീഷ്യൻ്റ് ആണ്. കൂടിയ വേരിയൻ്റ് ഉണ്ട്, 16 GB റാം, 512 GB സ്റ്റോറേജ്, അത് 50,000 റേഞ്ചിൽ പോകും. അതിലേക്കൊന്നും പോകണ്ട. 12 GB റാം, 256 GB സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഡീസൻ്റ് ആണ്. സോ നല്ല റാമും സ്റ്റോറേജിലാണ് ഈ ഫോൺ കിട്ടുന്നത്. അതൊരു നല്ല ഘടകമാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, മെയിൻ ഘടകം Snapdragon 8 Gen 3 ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് അടിപൊളിയാണ്, ഒരു സംശയം വേണ്ട. ഇപ്പോഴേക്ക് ഇത് ബെസ്റ്റ് ആണ്. 40,000 താഴെ 8 Gen 3 കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ബട്ട് 8s Gen 4 വെച്ചുകൊണ്ട് iQ Neo 10 എന്ന പേരിലൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു റീല് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിക്കോളൂ. കിട്ടുക്കുന്ന സാധനമാണ്. ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോണാണ് അത് എന്നുള്ളതൊന്ന് ഓർക്കുക. കാരണം ഈ 8 Gen 3യേക്കാൾ ബെറ്ററാണ് 8s Gen 4 എന്ന് പറയുന്ന പ്രോസസ്സർ. സോ ഇതിനേക്കാൾ വില കുറവാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബട്ട് അത് പിന്നെ അത് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് ഓർമ്മിച്ചെന്നുള്ളൂ. വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാമല്ലോ. ബട്ട് സ്റ്റിൽ ഈ ഫോണിൻ്റെ പെർഫോമൻസിൽ യാതൊരു വിഷയമില്ല കേട്ടോ. 8 Gen 3യും 8s Gen 4 എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലതാണെന്ന് പറയാൻ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. ഇത് 20 ലക്ഷം ആൻഡ്രോയിഡ് സ്കോർ, അത് 21 ലക്ഷത്തി സംതിങ് ആൻഡ്രോയിഡ് സ്കോർ, അത്രേ വ്യത്യാസമുള്ളൂ. ബട്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസിന് യാതൊരു വിഷയമില്ല. ഇപ്പോഴേക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ഇത് തന്നെയാണ്. ഇതിൽ വേറൊരു ഗുണം കൂടിയുണ്ട്, 120 FPS വേണമെങ്കിൽ നിങ്ങൾക്ക് BGMI കളിക്കാം. സോ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള പവർഫുള്ളായി ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടക്കം ഈ ഒരു ഫോണിൽ കിട്ടും. സോ പെർഫോമൻസിൽ വേറെ ലെവലാണ്. അതേപോലെ ഓക്സിജൻ OS വന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. വളരെ നൈസായിട്ടുള്ള പെർഫോമൻസാണ് നമുക്ക് കിട്ടുന്നത്. OnePlusൻ്റെ UI നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഓൾറെഡി ഫൈനസ്റ്റ് UI ആണ്. ഇപ്പോൾ വന്നിട്ട് സാംസങ്ങിൻ്റെ One UI 7 കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബട്ട് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ നന്നാക്കിയിട്ടുണ്ട്. സാംസങ്ങിൻ്റെ One UI 7 അടിപൊളിയായിരുന്നു. നത്തിങ് OS ഗംഭീര സ്മൂത്ത് നൈസ് UI ആണ്. ഇതും നല്ലതാണ്. പണ്ടൊക്കെ നമുക്ക് OnePlusൻ്റെ UI ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ തോന്നാറ്. ബട്ട് ഇപ്പോൾ നല്ല നല്ല UIകൾ വേറെയും വരുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. എന്തായാലും ഇതിൽ വേറെ ഒരു വിഷയവുമില്ല, പക്ക സ്മൂത്താണ്. ഒരുപാട് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്തായാലും, ഇപ്പോൾ എന്തെങ്കിലും റീഡ് ചെയ്യുന്ന കാര്യത്തിലായാലും, സമ്മറി ചെയ്യുന്ന കാര്യത്തിലായാലും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെഗുലറായിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഇതിലുണ്ട്. സോ AI ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നോർമൽ വേണ്ടതെല്ലാം വരുന്നുണ്ട്. സോ പെർഫോമൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന, കംപ്ലീറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും തന്നെ വരുന്നുണ്ട്. സോ അതൊക്കെ സെറ്റാണ്. ഡിസ്പ്ലേയും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. ഏറ്റവും സ്ലിമ്മസ്റ്റായ ബെസിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 5 ഹോൾ ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ്. ഒന്നിലും പ്രശ്നങ്ങളില്ല. ഡിസ്പ്ലേ ആണെങ്കിൽ 1.5K വരുന്ന 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. സെറ്റ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കാണാം, യാതൊരു വിഷയമില്ല. Gorilla Glass 7i തന്നെയാണ് വരുന്നത്. സോ സ്ട്രോങ് ആയ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1600 നിറ്റ്സാണ് വരുന്നത്. ഔട്ട്ഡോറിലൊന്നും ഒരു വിഷയമില്ല. ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്, യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയപ്പോഴും വിഷയങ്ങളൊന്നുമില്ല. സെറ്റ് ഡിസ്പ്ലേ ആണ്. HDR+, അതേപോലെ ഡോൾബി വിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ തകരാറുകളൊന്നുമില്ല. ഓക്കെ, ആകെ നിങ്ങൾക്ക് ഒരു ചെറിയ മിസ്സിങ്, അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്രേ ഒരു പ്രശ്നമുള്ളൂ. ബട്ട് അത് നിങ്ങൾക്കൊരു വിഷയമാണെങ്കിൽ, നിങ്ങൾ ആ ഡോൾബി അറ്റ്മോസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതില്ല എന്നുള്ളത് അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ല, പ്രോസ് ആൻഡ് കോൺസ് രണ്ടും ഞാൻ പറയുന്നുണ്ടെന്ന്. ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വന്നിട്ട് അതൊക്കെ ഈസി ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്, അത് കാണുന്നില്ല. സോ അതൊരു മിസ്സിംഗ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കേൾപ്പിച്ചു തരാം. സെറ്റാണ്. സൗണ്ട് ക്വാളിറ്റിക്കൊന്നും പ്രശ്നമില്ല. ഡോൾബി അറ്റ്മോസ് ആ ഒരു ട്യൂണിങ് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതില്ലാന്ന് മാത്രം അറിഞ്ഞിരിക്കും. പിന്നെ ഇതിൽ വരുന്നത് 6000 mAh ബാറ്ററിയാണ്. സോ ബാറ്ററി ലൈഫിലൊന്നും നമുക്ക് യാതൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. ചാർജിങ് 80 വാട്ടിൻ്റെ ചാർജിങ് ആണ്. സോ ഡീസൻ്റായ ഒരു ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 6000 mAh എന്ന് പറയുന്നത് ഇപ്പോഴൊരു നല്ല ബാറ്ററി സെറ്റപ്പാണ്. അതായത് ഇപ്പോൾ 6000, 7000 mAh ബാറ്ററികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ സെറ്റപ്പിലുള്ള ബാറ്ററി തന്നെ കിട്ടും. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഇമേജുകളാണെന്ന് പറയാം. പക്ഷേ എന്നാലും 40,000 രൂപ റേഞ്ചിൽ ഒരു ഫോണിൽ കാണേണ്ടുന്ന ഒരു ക്വാളിറ്റി ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കാട്ടോ. കാരണം ക്യാമറയുടെ സാമ്പിളുകളുടെ കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യാന്നുള്ളത്. ഇവിടെയും അത് തന്നെയേ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നന്നാവുമായിരുന്നു. കാരണം 40,000 രൂപ റേഞ്ചിലെ ഫോണാണ്. ഇവിടെ ഇതിനേക്കാളൊക്കെ നല്ല ക്വാളിറ്റി ഞാൻ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ
സോ അത് മാത്രം അപ് ടു ദ മാർക്ക് അല്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4K വീഡിയോ മെയിൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, വലിയ അപകടമൊന്നും പറയാനില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ വാട്ട് എവർ ദ ടെക്, നമുക്ക് റിസൾട്ട് വന്നിട്ട് ഡീസൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാം, അതും ഡയലൈറ്റിലൊക്കെ എടുത്തപ്പോഴും നല്ല സ്മൂത്ത് വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയ റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പിന്നത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നല്ല ഡീസൻറ്റ് വീഡിയോസ്. സോ വീഡിയോസിൻ്റെ കാര്യത്തിൽ എനിക്ക് പരാതിയൊന്നും പറയാനില്ല, നല്ല വീഡിയോസാണ് കിട്ടുന്നത്. ഒരു കാര്യം, ഈ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ 40,000 റേഞ്ചിൽ വരുമ്പോൾ ഒരു 4K ഫ്രണ്ട് ക്യാമറയ്ക്ക് ഒരു 4K കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. 40,000 രൂപയിലെ പ്രൈസ്, അല്ല 10,000 20,000 ഒക്കെയാണ്. 20,000 ഇപ്പോൾ 4K ഫോൺ 4K ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്, 25,000 ഒക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ഫോണുകൾ മിക്കവാറും എല്ലാ ഫോണിലും ഉണ്ടെന്ന് തോന്നുന്നു. ഐക്യൊന്നും 4K കൊടുക്കാത്ത ആൾക്കാർ അവർ വരെ 30,000 4K കൊടുത്തു തുടങ്ങി. സോ ഇപ്പോൾ വരാൻ പോകുന്ന IQ Neo 10 4K സപ്പോർട്ട് ഉണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല. തീർച്ചയായിട്ടും അത് മോശമായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ 2x ഒപ്റ്റിക്കൽ സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 3 ക്യാമറയാണ്, 2 50 മെഗാ പിക്സൽ, ഒരു 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ. 50 മെഗാ പിക്സൽ 2x ഒപ്റ്റിക്കൽ സൂമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിൻ ക്യാമറ സെൽഫി ക്യാമറയിൽ 4K ഇല്ല. ഫോട്ടോസ് ഇഷ്ടപ്പെട്ടൊന്ന് നോക്കുക. പിന്നെ ഇതിന് ബാക്കി NFC, Wi-Fi 7, Bluetooth 5.4 അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. നെറ്റ്വർക്കിലും വേറെ കാര്യങ്ങളിലൊന്നും വേറെ അപാകതകളില്ല, എല്ലാം സെറ്റാണ്. സോ അപ്പോൾ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഘടകങ്ങളും പറഞ്ഞു. അതിലത്തെ പോരായ്മകളും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പറഞ്ഞ പോരായ്മകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും എല്ലാം തോന്നുന്നു നമ്മൾ ഈ പോരായ്മയായിട്ട് പറഞ്ഞത്. 40,000 താഴെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ബെസ്റ്റായിട്ട് തന്നെയാണ്. ഓരോ നോർമലായിട്ട് നമ്മൾ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഇത് ഓക്കെ ആയിരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് 35 താഴേക്കുള്ളൂ, നിങ്ങൾ ഇത് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ കഷ്ടപ്പെടണമെന്ന് ഞാൻ പറയില്ല. കാരണം IQ Neo 10 വരുന്നുണ്ട്, അത് ഒരു പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കാം. സംഭവം ഉണ്ട്, എനിക്ക് പലതിലും നന്നായിട്ട് തോന്നി. എന്നാലും വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട്. ബഡ്ജറ്റൊക്കെ ടൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തോളൂ. Neo 10 നല്ല ഫോൺ ആയിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ അപ്പോൾ അതാണ് 13R എന്ന ഫോൺ. നിങ്ങൾ ഓഫറിൽ എടുക്കാൻ പോകുന്ന ആൾക്കാർ എന്നോട് അഭിപ്രായം ചോദിച്ചതോടെ എനിക്ക് പറയാനുള്ളത്, ഓവറോൾ കൊള്ളാം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഓഫറിൽ പഠിക്കാം. ഓഫർ 39,000 ഇത് 42 സംതിങ് ആണ് അതിൻ്റെ വില. 39 സംതിങ്ങിന് കിട്ടും. അതിൻ്റെ ഒപ്പം OnePlus Buds 3 ഫ്രീ ആയിട്ട് കിട്ടും. സോ അപ്പോൾ അതാണ് OnePlus 13Rൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.